എല്ലാവർക്കും HSIയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് HSIയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ്. ചെറിയ രീതിയിൽ അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനി മുതൽ കംപ്ലീറ്റ് എല്ലാ HSI ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും അതുപോലെ തന്നെ HSI ഫാക്റ്റുകളും അതിൻ്റെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളിത് ചോദിച്ചത് 2018 HSIയുടെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദി ഫേമസ് ആക്ടിവിസ്റ്റ് ഓഫ് കേരള മഹിള ദേശ സേവിക സംഘ ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി ഡിസൊബീഡിയൻറ്റ് മൂവ്മെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസൊബീഡിയൻറ്റ് മൂവ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തി ആരാണ് ഇതിൽ? നമ്മുടെ ഓപ്ഷൻ ഡി ആണ്. കുട്ടിമാളു അമ്മയാണ് നമ്മുടെ ആൻസർ. ഏതാണ്? കുട്ടിമാളു അമ്മയാണ് നമ്മുടെ ആൻസർ. ഇവിടെ മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ഫാക്റ്റുകളുണ്ട് മക്കളെ. ഏതൊക്കെയാണ് ആ ഫാക്റ്റുകൾ? കേരള മഹിള ദേശ സേവിക സംഘ എന്നാണ് രൂപം കൊണ്ടത്. അത് ഫോം ചെയ്തത് എവിടെയാണ്? കോഴിക്കോടാണ്. എന്നാണത്? 13 ജൂൺ 1931 കേരള മഹിള ദേശ സേവിക സംഘം രൂപീകരിച്ചത്. എവിടെയാണ് രൂപീകരിച്ചത്? കോഴിക്കോട് ജില്ലയിലാണ്. ജൂൺ 13 രൂപീകരിച്ചത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ബുക്ക് ഈസ് നോട്ട് റിട്ടൺ ബൈ സ്റ്റീഫൻ ഹോക്കിങ്സ്? സ്റ്റീഫൻ ഹോക്കിങ്സ് റിട്ടേൺ ചെയ്യാത്ത പുസ്തകം ഏതാണെന്നാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ ചില പുസ്തകങ്ങൾ, പ്രധാനപ്പെട്ട പുസ്തകങ്ങളിൽ പെട്ടതാണ് ഒന്ന് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം, ഒന്നാണ് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് എ ടൈം, ദ യൂണിവേഴ്സ് ഇൻ എ നട്ട്ഷെൽ, അതുപോലെ തന്നെ മൈ ബ്രീഫ് ഹിസ്റ്ററി. ഇതൊക്കെ ആരുടേതാണ്? സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ മറ്റു പുസ്തകങ്ങളാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ട്രയംഫ് ഓഫ് ട്രൂത്ത് എന്ന ഈ ഒരു പുസ്തകമാണ് സ്റ്റീഫൻ ഹോക്കിങ്സ് റിട്ടേൺ ചെയ്യാത്ത പുസ്തകം. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ഫൈൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് കൺട്രി ഇൻ ദി വേൾഡ് ടു ബാൻ ഡീഫോറസ്റ്റേഷൻ. അത് ബാൻ ചെയ്തത് ആരാണ്? ഏത് കൺട്രിയാണ്? നമ്മുടെ ഓപ്ഷൻ ബി ആണ്. നോർവേ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഡീഫോറസ്റ്റേഷൻ ബാൻ ചെയ്തിട്ടുള്ളത്. ബാൻ ചെയ്ത ഫസ്റ്റ് കൺട്രി ഏതാണ്? അത് നോർവേ ആണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹു ഫൗണ്ടഡ് സാധുജന പരിപാലന സംഘം? നമുക്കറിയാം, നമ്മൾ LP UP എക്സാമിനും HSAക്കും എല്ലാ രീതിക്കും ഏത് രീതിക്കും പഠിക്കുകയാണെങ്കിൽ പോലും ഈ സാധുജന പരിപാലന സംഘം ഒരു PSCയുടെ ഒരു ഐക്കണാണ് അല്ലേ? അപ്പോൾ കൃത്യമായിട്ട് സാധുജന പരിപാലന സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നും അത് ഫോം ചെയ്ത വർഷം എന്താണെന്നും അതിൻ്റെ എന്തിനാണ് അത് ഒരു സംഘം രൂപീകരിച്ചത് എന്നും കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? മസ്റ്റാണ്. സാധുജന പരിപാലന സംഘത്തിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്ന ആളാണ് അയ്യങ്കാളി. നമ്മുടെ അയ്യങ്കാളിയാണ് മക്കളെ എന്തിൻ്റെ? സാധുജന പരിപാലന സംഘത്തിൻ്റെ ഫൗണ്ടർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഈ സാധുജന പരിപാലന സംഘം ഉണ്ടാക്കിയത് എന്നും അത് ഏത് വർഷമാണ് ഉണ്ടാക്കിയത് എന്നും കൃത്യമായിട്ട് നമ്മൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1907 സാധുജന പരിപാലനം രൂപീകരിക്കുന്നത്. അതെന്തിനാണ്? റൈറ്റ് ഓഫ് ലോവർ കാസ്റ്റ് കമ്മ്യൂണിറ്റി. ലോവർ കാസ്റ്റ് കമ്മ്യൂണിറ്റിന്റെ രൂപം കൊണ്ടത് ലോവർ കാസ്റ്റ് കമ്മ്യൂണിറ്റിന്റെ റൈറ്റ്സിന് വേണ്ടിയിട്ടായിരുന്നു. പർട്ടിക്കുലർലി ദളിത് കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ ഇത് പ്രൊമോട്ട് ചെയ്തത് എന്തായിരുന്നു? എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ഇക്വാളിറ്റി ആയിരുന്നു എന്ത് ചെയ്തത്? പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. അതാണ് ഇത് രൂപം കൊണ്ടതെന്നും ആരാണ് ഇതിന്റെ പിറകിലുള്ള വ്യക്തിയെന്നും അതുപോലെ തന്നെ ഇത് എന്തിനു വേണ്ടിയാണ് രൂപം കൊണ്ടത് എന്നും ഏത് വർഷത്താണ് ഇത് രൂപം കൊണ്ടതെന്നും കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അത് നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ശിവയോഗ വിലാസം മാഗസിൻ സ്റ്റാർട്ട് ചെയ്ത വ്യക്തി ആരാണ്? നമുക്കറിയാം ആരാണ് നമ്മുടെ ശിവയോഗ വിലാസം മാഗസിൻ സ്റ്റാർട്ട് ചെയ്തത്? ആരാണ്? വാഗ്ഭടാനന്ദനാണ് നമ്മുടെ ശിവയോഗ വിലാസം മാഗസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി വാഗ്ഭടാനന്ദനാണ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ ഈ 5 ക്വസ്റ്റ്യനിൽ നിന്ന് പ്രധാനപ്പെട്ട നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫാക്റ്റുകളാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. കേരള മഹിള ദേശ സേവിക സംഘത്തിൻ്റെ ഒരു ബ്രീഫ് നോട്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാണത് രൂപം കൊണ്ടത് എന്നും എവിടെയാണത് രൂപം കൊണ്ടതെന്നും ആരാണ് അതിൻ്റെ വക്താക്കൾ എന്നും ഉള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അറിയണം. ആദ്യത്തെ പ്രസിഡൻ്റാണ് പാവാമണി. അതുപോലെ തന്നെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആണ് കുഞ്ഞിക്കാവ് അമ്മ. ഇതിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ടായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ്. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വ്യക്തിയാണ് കുട്ടിമാളു അമ്മയുടെ കാര്യം. കുട്ടിമാളു അമ്മ എന്താണ്? ഫ്രീഡം ഫൈറ്റർ ആണ്. ഡിസൊബീഡിയൻറ്റ് മൂവ്മെന്റ് ഉണ്ട്, ക്വിറ്റ് ഇന്ത്യ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കേരള മഹിള ദേശ സേവിക സംഘത്തിന്റെ ഓർഗനൈസിങ് അതിൻ്റെ ഒരു പാർട്ടും കൂടിയായിരുന്നു നമ്മുടെ കുട്ടിമാളു അമ്മ. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു 5 ക്വസ്റ്റ്യനിൽ നിന്ന് പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പോവാം. 6th ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദി കൺട്രി ഇൻ ദി വേൾഡ് ദ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് GST ഇൻട്രൊഡ്യൂസ് ചെയ്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. ഒന്നും നോക്കാനില്ല, ഏതാണ് രാജ്യം? ഫ്രാൻസ് ആണ്. ഫ്രാൻസ് വാസ് ദ ഫസ്റ്റ് കൺട്രി ടു ഇൻട്രൊഡ്യൂസ് ദി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഏതാണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഫ്രാൻസ് ആണ്. എന്നാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1954. ദ GST സിസ്റ്റം വാസ് ലേറ്റർ അഡോപ്റ്റഡ് ബൈ ദ മെനി അതർ കൺട്രി എന്നാണ്, ഇൻക്ലൂഡിംഗ് ഇന്ത്യ. 2017 കൃത്യമായിട്ട് ഈ ഡേറ്റ് നോട്ട് ചെയ്യണം. കൃത്യമായിട്ട് ഇതിന്റെ ഡേറ്റ് കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം.
ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ, സെറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. റിച്ചാർഡ് എച്ച് കെല്ലർ ഗോട്ട് നോബൽ പ്രൈസ് ഇൻ 2017 ഫോർ ദ കോൺട്രിബ്യൂഷൻ ഇൻ ദി ഫീൽഡ് ഓഫ് എക്കണോമിക്സ്. അപ്പോൾ ഈ നോബൽ പ്രൈസ് കിട്ടിയ ആളുകളുടെ ലിസ്റ്റ് ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിൽ തൂങ്ങണം. അതിൽ കൃത്യമായിട്ട് ഏത് ഏരിയയിലുള്ള കോൺട്രിബ്യൂഷനാണ് ആ വ്യക്തിക്ക് കിട്ടിയത് എന്നുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചു പോകണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ പെർമനന്റ് സെക്രട്ടേറിയറ്റ് ഓഫ് സാക് ഈസ് ലൊക്കേറ്റഡ് അറ്റ് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ്റെ സെക്രട്ടേറിയറ്റ് എവിടെയാണ് നിലകൊള്ളുന്നത് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അത് എവിടെയാണ്? നേപ്പാളിലാണ്. കഠ്മണ്ഡുവിൽ, നേപ്പാളിൽ. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1985 ടു പ്രൊമോട്ട് റീജിയണൽ കോപ്പറേഷൻ എമംഗ് സൗത്ത് ഏഷ്യൻ കൺട്രീസ് തമ്മിലുള്ള റീജിയണൽ കോപ്പറേഷൻ എമംഗ് സൗത്ത് ഏഷ്യൻ കൺട്രീസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എവിടെയാണ്? കഠ്മണ്ഡു അല്ലെങ്കിൽ കഠ്മണ്ഡു എന്നൊക്കെ പറയാൻ പറ്റും നമുക്ക്. ഓക്കെ, ക്ലിയർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇൻ വിച്ച് ഇയർ സ്വാമി വിവേകാനന്ദ സ്റ്റാർട്ടഡ് ദി രാമകൃഷ്ണ മിഷൻ? ഏത് ഇയറിലാണ് രാമകൃഷ്ണ മിഷൻ സ്റ്റാർട്ട് ചെയ്തത്? 1897 എന്ത് രാമകൃഷ്ണ മിഷൻ ആര് ചെയ്തത്? സ്വാമി വിവേകാനന്ദ എന്ത് ചെയ്തത്? ഫൗണ്ട് ചെയ്തത് എന്നാണ്. 1897 മെയ് 1 എന്നാണ് 1897 മെയ് 1 സ്വാമി വിവേകാനന്ദ എന്ത് ചെയ്തിട്ടുള്ളത്? രാമകൃഷ്ണ മിഷൻ എന്ത് ചെയ്തത്? ഫോം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ചെറിയ ബ്രീഫ് നോട്ട് നമുക്കിവിടെ നോക്കാൻ പറ്റും. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ടിലോട്ട് പകർത്തുക. ഓക്കെ, ക്ലിയർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ്, നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ എയർപോർട്ട് ഈസ് ലൊക്കേറ്റഡ് അറ്റ്? എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ സി, കൊൽക്കത്തയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ എയർപോർട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇപ്പോഴത്തെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഈ ക്വസ്റ്റ്യനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ കാര്യം നിങ്ങൾ നോക്കുക. പോർട്ട് ബ്ലെയർ, അതുപോലെ തന്നെ ന്യൂഡൽഹി ആൻഡ് കൊൽക്കത്ത, റീനെയ്മഡ് ഇൻ ഹോണർ ഓഫ് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അതുപോലെ തന്നെ ചെന്നൈയിലുണ്ട്. ചെന്നൈയിൽ എന്താണുള്ളത്? ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് ആൻഡ് തമിഴ്നാടു. ഇത് ഈ കൃത്യമായിട്ട് ഓരോ എയർപോർട്ടുകളും നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് പഠിച്ചു പോവുക, ക്ലിയർ ആക്കുക. ഓക്കെ, ദെൻ 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഹാസ് ദി ഫസ്റ്റ് ഇന്ത്യൻ മെട്രോ ടു ഗെറ്റ് എ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്? യഥാർത്ഥത്തിൽ ആ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാം. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, നോൺ ആസ് ദ ഫസ്റ്റ് ഇറ്റ്സ് എക്സ്റ്റെൻസീവ് മെട്രോ നെറ്റ്വർക്ക് ബട്ട് ലാക്ക് ഓഫ് ഫ്ലോട്ടിംഗ്. അവിടെ എന്തില്ല? ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ എന്തുണ്ട്? കുറവുണ്ട്. കൊൽക്കത്തയാണ് പറയുന്നത് ഇന്ത്യയിലെ ഫസ്റ്റ് മെട്രോ ബട്ട് ഡസ് നോട്ട് ഹാവ് എ ഫ്ലോട്ട് മാർക്കറ്റ്. അവിടെ എന്തില്ല? ഫ്ലോട്ട് മാർക്കറ്റ് ഇല്ല. സോ ദെൻ നെക്സ്റ്റ് ആണ് ഫോക്കസ് എന്ത് ചെയ്തിട്ടുള്ളത്? സബർബൻ റെയിൽ നെറ്റ്വർക്ക്സിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? മുംബൈ കുറച്ചുകൂടെ എന്ത് ചെയ്തിട്ടുള്ളത്? ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ആണ് നമ്മുടെ കൊച്ചി. ദ കൊച്ചി വാട്ടർ മെട്രോ ഇൻട്രൊഡ്യൂസ് ഇന്ത്യസ് ഫസ്റ്റ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇൻ 2023. ഇതാണ് നമ്മുടെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്? ആൻസറിൽ വരേണ്ടത്. ബട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ 2018 ആയതുകൊണ്ട് തന്നെ ഈ ഒരു PSC ഇതിൽ കൊടുത്തിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? PSC കൊടുത്തിട്ടുള്ള ആൻസർ കൊൽക്കത്തയാണ് നമ്മൾക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കി പോകേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയുണ്ട്. നെക്സ്റ്റ് ഓൾഡ് ശ്രീനാരായണ ഗുരു ആസ് ദി സെക്കൻഡ് ബുദ്ധ. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിളിച്ചത് ആരാ വിളിച്ചത്? ഈ വ്യക്തിയാണ് G. ശങ്കരക്കുറുപ്പ്. അതുപോലെ തന്നെ PM പണിക്കർ. ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ആളുകളാണ് PM പണിക്കറും G. ശങ്കരക്കുറുപ്പ്. ഓക്കെ, PM പണിക്കരാണ് ഫാദർ ഓഫ് ലൈബ്രറി മൂവ്മെന്റിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആളാണ് PM പണിക്കർ. അതുപോലെ തന്നെ G. ശങ്കരക്കുറുപ്പ് രണ്ടാമത്തെ ആളാണ് G. ശങ്കരക്കുറുപ്പ്. അദ്ദേഹമാണ് ശ്രീനാരായണ ഗുരുവിനെ സെക്കൻഡ് ബുദ്ധ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? അതൊക്കെ നോട്ട് ചെയ്തിട്ട് തന്നെ പോകാം. വിച്ച് ഇയർ വാസ് ദ യോഗക്ഷേമ സഭ സ്റ്റാർട്ടഡ്? യോഗക്ഷേമ സഭ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ഓപ്ഷൻ A ആണ് നമ്മുടെ ആൻസർ. 1908 1908 നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? യോഗക്ഷേമ സഭ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആരുടെ നേതൃത്വത്തിലാണത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്? ഡോക്ടർ പൽപു ആൻഡ് ശ്രീകൃഷ്ണൻ. ഈ രണ്ടാളുകളുടെയും നേതൃത്വത്തിലായിരുന്നു എന്ത്? യോഗക്ഷേമ സഭ 1908 സ്റ്റാർട്ട് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഹൂ വിസിറ്റഡ് ഇസ്രായേൽ വിസിറ്റ് ചെയ്ത ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അതുവരെയുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും എന്ത് ചെയ്തിട്ടുള്ളത്? ഒരു നല്ല ബോണ്ടല്ലായിരുന്നു ഇസ്രായേലുമായിട്ട് വെച്ചത്. നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് നരേന്ദ്രമോദിയാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? ഇസ്രായേൽ സന്ദർശിച്ച പ്രധാനമന്ത്രി. ഓക്കെ, കൺട്രീസ് പ്രൈം മിനിസ്റ്റർ. ഏത് രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആണ് തേർഡ് എഡിഷൻ ഓഫ് ജിയോ പൊളിറ്റിക്കൽ കോൺഫറൻസ് ഇനാഗുറേറ്റ് ചെയ്തത്? അതിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കൃത്യമായിട്ട് നോക്കുക. ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു വാസ് എ ചീഫ് ഗസ്റ്റ് ആറ്റ് 2018 എഡിഷൻ ഓഫ് ഇന്ത്യാസ് പ്രൈം ജിയോ പൊളിറ്റിക്കൽ കോൺഫറൻസ്. അപ്പോൾ ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ കോൺഫറൻസ് ഇനാഗുറേറ്റ് ചെയ്ത ആ വ്യക്തി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2018 ജിയോ, അതായത് 2018 ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന അന്നത്തെ ഏറ്റവും കറണ്ട് അഫെയർ ആയിട്ടുള്ള സാധനമായിരുന്നു അത് ഇനാഗുറേറ്റ് ചെയ്തത് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ആണ്. കൃത്യമായിട്ട് അത് നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, ക്ലിയർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദി ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യനുകളാണ് ഇനി വരാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്താണെന്ന്. 16ാമത്തെ ക്വസ്റ്റ്യൻ ഈസ് ദി സ്കെയിൽ ഡൗൺ. ഇവിടെ തന്നെ നമുക്ക് ആൻസർ കിട്ടുകയാണ്. സ്കെയിൽ ഡൗൺ ചെറിയ ക്ലാസ് ആണ്, ചെറിയ ലെസൺ ആണ്. സ്കെയിൽ ഡൗൺ ടീച്ചിങ് എൻകൗണ്ടർ ഇൻ ക്ലാസ് സൈസ് ആൻഡ് ക്ലാസ് ടൈം.
ഈ ക്ലാസ് ടൈം ഷോർട്ടാണ്, ക്ലാസ് സൈസ് ഷോർട്ടാണ്, കുറച്ച് ആളുകളേ ഉള്ളൂ. അപ്പോൾ തന്നെ നമ്മളെ കിട്ടി ആരാണ് നമ്മളെ ആളാരാണ്? ഓപ്ഷൻ സി, മൈക്രോ ടീച്ചിങ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ച ചോദ്യം. കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, ഈ 4 ഓപ്ഷനുകളും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. എന്താ ഓപ്ഷൻ? ഡാൾട്ടൺ പ്ലാൻ വാസ് ഡെവലപ്ഡ് ബൈ ആരാണ്? ഡാൾട്ടൺ പ്ലാൻ ആരാണോ ഉണ്ടാക്കിയത്? ആ ഡാൾട്ടൺ പ്ലാനെ ഡെവലപ്പ് ചെയ്ത വ്യക്തി ഹെലൻ ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ, നമ്മൾ ഈ BEd കഴിഞ്ഞ എല്ലാ ആളുകൾക്കും കൃത്യമായിട്ട് അത് അറിയുന്ന കാര്യമാണ്. ഈ ഡാൾട്ടൺ പ്ലാൻ എന്താണെന്നും ഹെലൻ ആരാണെന്നും അറിയാത്ത ഒരു വ്യക്തികളും ഉണ്ടാവില്ല. അപ്പോൾ അത് ഡാൾട്ടൺ പ്ലാൻ വാസ് ഡെവലപ്ഡ് ബൈ ഹെലൻ പക്കോസ്റ്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് 18ാമത്തെ ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ഡാഷ്, ലേണിംഗ് ഈസ് എൻ ആക്റ്റീവ് പ്രോസസ് ഇൻ വിച്ച് ലേണേഴ്സ് കൺസ്ട്രക്ട് ന്യൂ ഐഡിയാസ് ബേസ്ഡ് അപ്പോൺ ദെയർ കറന്റ് ആൻഡ് പാസ്റ്റ് നോളജി. അതാരാ അങ്ങനെ പറഞ്ഞത്? ബ്രൂണർ. കൺസ്ട്രക്റ്റീവ് തിയറി നമ്മൾ പഠിച്ച സമയത്ത് ഡിസ്കവറി ലേണിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ 18ന്റെ ആൻസർ ആണ് എന്താ? ഓപ്ഷൻ സി, ബ്രൂണർ ആണ് നമ്മളെ ആള്. അപ്പോൾ ബ്രൂണറെ കോൺട്രിബ്യൂഷൻസ് കൃത്യമായിട്ട് അവിടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ബ്രൂണേഴ്സ് കൺസ്ട്രക്റ്റീവ് തിയറിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് അദ്ദേഹം എന്തൊക്കെയാണ് അതിൽ കൊണ്ടുവന്നതെന്ന് അറിയണം. അതുപോലെ തന്നെ സ്കഫോൾഡിംഗ് എന്ന ടേം ആദ്യമായി കൊണ്ടുവന്നത്, അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്ത വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കണം. സ്പൈറൽ കരിക്കുലം ആൻഡ് ഡിസ്കവറി ലേണിംഗ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ എന്താണ് ഒരുപാട് കോൺട്രിബ്യൂഷനുകളിൽപ്പെട്ട ഒരു കാര്യങ്ങളാണ്. അവിടെ ആരെങ്കിലും ചോദിക്കുകയാണ് നിങ്ങളെടുത്ത് ഹൂ ഇൻട്രൊഡ്യൂസ് സ്കഫോൾഡിംഗ് എന്ന് നിങ്ങളുടെ ആരെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ മസ്റ്റ് ബി ബ്രൂണർ ആണ് കേട്ടോ. ആരാണ്? ബ്രൂണർ ആണ് അതിൻ്റെ ആൻസർ. നമുക്ക് ചില സമയത്ത് അത് വൈക്കോട്സ്കി ആയി മാറും. ഇഫ് ആസ്ക്ഡ് അബൌട്ട് ദ തിയറി ബിഹൈൻഡ് ഇറ്റ്, വൈക്കോട്സ്കിയുടെ തിയറിയിൽ നിന്നാണ് എന്തുണ്ടായിട്ടുള്ളത്? ബ്രൂണർ ഇങ്ങനെ സ്കഫോൾഡിംഗ് എന്നൊരു ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? പിന്നെ വൈഗോട്സ്കിയുടെ കുറച്ച് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻസ് ആണ്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ക്ലിയർ. ദെൻ നെക്സ്റ്റ് 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പീപ്പിൾസ് എൻട്രി ലെവൽ പെർഫോമൻസ് എന്താണ്? ഓപ്ഷൻ എ ആണ്. പ്ലേസ്മെന്റ് എവാലുവേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? എൻട്രി ലെവൽ പെർഫോമൻസ് കൺസേൺ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 20ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താണ് 20ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഈസ് എ ജനറൽ സ്റ്റേറ്റ്മെന്റ് വിച്ച് എസ്റ്റാബ്ലിഷസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലീസ്റ്റ് ടു കോൺസെപ്റ്റ്. 2 കോൺസെപ്റ്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ജനറൽ സ്റ്റേറ്റ്മെന്റിനെയാണ് എന്ത് എന്ന് പറയുക? ജനറൽ സ്റ്റേറ്റ്മെന്റിനെയാണ് നമുക്ക് പ്രിൻസിപ്പിൾ എന്ന് പറയുക. എന്താണ്? അപ്പോൾ എന്താണ് തിയറി എന്നും എന്താണ് ലോ എന്നും എന്താണ് പ്രോസസ്സ് എന്നും എന്താണ് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ HSC എക്സാമിൻ്റെ ജനറൽ ക്വസ്റ്റ്യൻസുകൾ ആണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസുകളും ഇത്തരം ക്വസ്റ്റ്യൻസിൻ്റെ സബ് ക്വസ്റ്റ്യൻസുകളും നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒന്ന് ടൈറ്റായിട്ട് അതിലോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല, വൈഡ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാ രീതിയിലും നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്ത് പോകുക. ഈ ക്വസ്റ്റ്യനും കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും തുടർന്ന് തന്നെ ഈ ഒരു സീരീസ് മുന്നോട്ട് പോകാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം? കൃത്യമായിട്ട് ഇതിൽ എല്ലാ നോട്ടുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ എഴുതിയെടുത്തിട്ട് നല്ലൊരു നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഇന്ന് തന്നെ പഠനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി പോകുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.